സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. ബാലനെയും ഗോമതിയെയും തകർത്തുകൊണ്ട് അനു അലോഹിന്റെ കൂടെ ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇന്നത്തെ ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ അലോഹുമായിട്ട് ഇടയ്ക്കൊക്കെ ഫോണിൽ സംസാരിക്കുകയും അതുപോലെ കാണാനെല്ലാം പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അനു. രാജശ്രീയുടെ അനിയത്തിയെ ആയിരിക്കും ധർമ്മൻ കല്യാണം കഴിച്ചു കാണുക. അതുകൊണ്ട് തന്നെ സുകന്യയ്ക്ക് ആ വീട്ടുകാരോടാണ് കൂടുതൽ സ്നേഹം. അലോഹിന്റെയും അനുവിന്റെയും പ്രണയം അറിയുന്ന ഒരേ ഒരാള് ഈ സുകന്യയായിരിക്കും. എല്ലാം കൊണ്ടും സപ്പോർട്ടായിരിക്കും അനുവിന് സുകന്യ. ഇടയ്ക്കും തലയ്ക്കും ഫോൺ ചെയ്യുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. അതൊന്നും അത്രയങ്ങ് സാരാക്കിയിട്ട് എടുക്കുന്നുണ്ടായിരിക്കില്ല. ബാലൻ കടയിൽ നിന്ന് വരുന്ന സമയത്ത് അനു ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഇത് കാണുന്ന ഗോമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ബാലേട്ടാ, ഇവൾ എപ്പോഴും ഈ ഫോണിൽ തന്നെയാ, ഏതു നേരവും ഫോണ് ചെവിയില്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കി ചിരിക്കുക. ഇപ്പൊ പുസ്തകം കൈകൊണ്ട് പോലും തൊടുന്നില്ല. ബാലേട്ടാ, ഇവളെ ഒന്ന് ഒതുക്കുന്നത് നല്ലതാ. എൻ്റെ ഉള്ളിലേ ആദിയാ. അങ്ങനെ അനു പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതില് ഓരോരോ മെസ്സേജൊക്കെ അയക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാനാ ഞാൻ ഫോൺ എടുത്തിരിക്കുന്നത്. എന്താ ഗോമതി, നീ മോളെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അല്ലെങ്കിലും ബാലേട്ടനെന്താ, ഞാനല്ലേ ഇവളുടെ എല്ലാ ദിവസത്തെ കാര്യങ്ങളും കാണുന്നത്. ബാലേട്ടൻ എപ്പോഴെങ്കിലും വരുമ്പോ അവൾ അപ്പൊ ബുക്ക് എടുത്തിരിക്കും. ഇന്ന് ബാലേട്ടനെ കുറച്ച് നേരത്തെയാ വന്നത്. അതുകൊണ്ടാ അവൾ ഇവിടെ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് ബാലേട്ടനെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വന്ന് ഇവിടെ ഇരിക്കില്ലേ അച്ഛൻ്റെ പുന്നാര മോള്. ഈ സമയത്ത് ഇതെല്ലാം സുകന്യ കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ സുകന്യ വന്ന് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല ഏട്ടാ, അവള് ഫ്രണ്ടിനെ തന്നെയാ വിളിക്കുന്നത്. അവളെ ചുമ്മാ ഇങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, അവള് നല്ല കുട്ടിയല്ലേ എന്നൊക്കെ സുകന്യ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബാലൻ പറയുന്നുണ്ട്, കണ്ടോ ഗോമതി, നീ വെറുതെ നമ്മുടെ കുട്ടിയെ മോശമായിട്ട് സംസാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഗോമതിയെ വഴക്ക് പറയുന്നു. അങ്ങനെ അനു റൂമിലോട്ട് വരുന്നുണ്ട്. അനുവിന്റെ ഒരു വൈറ്റ് ഷോള് തെരഞ്ഞാണ് റൂമിലോട്ട് കയറുന്നത്. ബാലന്റെയും ഗോമതിയുടെയും റൂം ഇപ്പോ ധർമ്മന് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഡ്രസ് എല്ലാം ആ റൂമിലാ. അതുകൊണ്ടാണ് അനു റൂമിലോട്ട് വന്നത്. അലമാര തുറന്ന് ഡ്രസ്സെല്ലാം പുറത്തോട്ട് എടുത്ത് വെക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സുകന്യ കയറി വരുന്നുണ്ട്. അമ്മായി, ഒരു മിനിറ്റ് അമ്മായി, എൻ്റെ ഒരു ഷോള് തെരഞ്ഞു വന്നതാ, എവിടെ വെച്ചെന്നറിയില്ല. അത് കുഴപ്പമില്ല, നീ നല്ല സമാധാനമായിട്ട് നോക്ക്, അതിവിടെ തന്നെ കാണും. അല്ല, എന്ത് കളർ ഷോളാ? വൈറ്റ് കളറാ. അങ്ങനെ അമ്മായിയും തിരയുന്നുണ്ട്. അങ്ങനെ ഷോൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലേ ഷോള്? ആ, കിട്ടി. ഞാൻ എത്ര നേരമായി തിരയുന്നേന്നറിയോ? അമ്മായി, അച്ഛനോട് അമ്മായി അങ്ങനെ പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. എന്തിനാ നീ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നേ? അല്ല, അമ്മായി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മ ഇനി അതും ഇതൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മനസ്സ് മാറ്റിയേനെ. എനിക്കറിയാം നിന്നെക്കുറിച്ച്, എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ അലോഹിനല്ലേ ഫോൺ ചെയ്ത് സംസാരിക്കുന്നേ? അതമ്മായി, നീ പേടിക്കണ്ട, നല്ല പയ്യനാ അലോഹ്. ഞാൻ ചെയ്യുന്നത് തെറ്റാ, പക്ഷേ ആര് പറഞ്ഞു തെറ്റാണെന്ന്? അവൻ എത്ര നല്ല പയ്യനാണെന്നറിയോ? എൻ്റെ ചേച്ചിയുടെ മോനല്ലേ, നല്ല കുട്ടിയാ. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരുമിച്ചാലേ രണ്ട് കുടുംബവും തമ്മിൽ ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടാവില്ല. നീ എന്തായാലും എൻ്റെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. നിനക്കെല്ലാ സപ്പോർട്ടിനും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഫോൺ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഫോൺ ചെയ്യണേ. ഞാൻ കേട്ടതൊക്കെ കേട്ടോ എന്ന് കരുതി ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ മറ്റാരെങ്കിലും കേട്ടാല് അറിയാലോ, അതുകൊണ്ടാ പറയുന്നേ, കുറച്ചൊക്കെ സൂക്ഷിക്കണം എന്ന് സുകന്യ പറയുന്നു. ഇത് കേട്ടായിരിക്കും റൂമിലോട്ട് മീനു കയറി വരുന്നത്. മീനാക്ഷിയെ കാണുമ്പോഴേക്കും ആകെ കൂടെ ടെൻഷനിലാണ് അനു നിൽക്കുന്നത്. അല്ല, എന്താ നിങ്ങളിവിടെ സംസാരിക്കുന്നേ? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നേ? എന്ത് സൂക്ഷിക്കണമെന്നാ? അല്ല, അവളെൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഈ ഷോളിന് പറ്റിയ ചുരിദാർ ഏതാണെന്ന് എന്നോട് ചോദിക്കുക. എല്ലാവരും ചുരിദാറിന് ഏതാ മാച്ച് ഷോളെന്ന് നോക്കിയിട്ടാ ഇടാറ്. ഇതിപ്പോൾ നേരെ തിരിച്ചാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അല്ല, അനു പറയായിരുന്നു ഈ ഷോൾ ഒന്നിനും മാച്ച് ആവില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഇന്ന കളറൊക്കെ ഇതിന് മാച്ച് ആവുമെന്ന്. അല്ല ഏട്ടത്തി, എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്. അങ്ങനെ മീനു അവിടെ നിന്ന് പോകുന്നു. ഇനി ഏട്ടത്തി എങ്ങാനും കേട്ട് കാണോ? കേൾക്കാനൊന്നും വഴിയില്ല, ഇനി നീ ശ്രദ്ധിച്ചാൽ മതി എന്ന് സുകന്യ അനുവിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ് പുതുക്കമല്ലേ, ആദ്യത്തെ റൗണ്ട് സിനിമ കാണാൻ പോവാൻ തീരുമാനിക്കുന്നുണ്ട്. സുകന്യയ്ക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹം
സിനിമ പോയി കാണണമെന്ന്. അങ്ങനെ ധർമ്മനോട് ഇക്കാര്യം പറയുന്നു. നിങ്ങൾ എന്തായാലും ഇന്ന് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയിരിക്കണം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എനിക്കിന്ന് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലേ പോവണം. അതിനൊരു മാറ്റവും. ശരി, ഞാൻ എന്തായാലും കടയിലോട്ട് പോട്ടെ. അളിയനോട് ചോദിച്ചിട്ട് നിന്നെ വിളിക്കാം. അങ്ങനെ അന്നത്തെ ദിവസം ഒരുപാട് ആഗ്രഹത്തോടു കൂടി സുകന്യ ഇരിക്കുന്നുണ്ട്. സമയമാവുമ്പോ ധർമ്മനെ വിളിക്കുന്നു. അല്ല, നിങ്ങളെന്താ വരാത്തെ? അത് ഞാന് അളിയനോട് ചോദിച്ചിട്ടില്ല. നിങ്ങളൊരു അളിയൻ, നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ചോദിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്ക്. അങ്ങനെ ധർമ്മൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആകാശ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മാമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇന്ന് സുകന്യ പറഞ്ഞതാ സിനിമയ്ക്ക് പോവാ എന്ന്. എന്നിട്ടെന്താ സിനിമയ്ക്ക് പോവാതിരുന്നേ? ഞാന് അളിയനോട് ചോദിച്ചില്ല. എന്നാ ചോദിക്ക്, അച്ഛനടുത്ത് ചോദിക്ക്. അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. ഈ സമയത്ത് ചോദിക്കണോ? അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴാ സന്തോഷത്തിലിരുന്നിട്ടുള്ളത്? ഒന്ന് പോയി ചോദിക്കും മാമ. ഞാനും വരാം. അങ്ങനെ ആകാശം കൂടെ പോകുന്നുണ്ട്. എന്താടാ രണ്ടുപേരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നേ? പണിയൊന്നുമില്ലേ? അല്ലച്ചാ, മാമന് എന്തോ അച്ഛനടുത്ത് പറയാനുണ്ട്. എന്താ ധർമ്മ, എന്താ കാര്യം? അളിയാ, അത് പിന്നെ പറ മാമ, കാര്യം പറ. അത് അച്ഛാ, വേറൊന്നുമല്ല. മാമന് അമ്മായിയെ കൂട്ടി സിനിമയ്ക്ക് പോകണമെന്ന്. സിനിമയ്ക്കോ? ആ, സിനിമയ്ക്ക്. അവര് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. ഓ, അതാണോ കാര്യം? നിനക്കെപ്പോഴാ പോണ്ടേ? നാളെ പോയാ മതി. ശരി, എന്നാ നാളെ പൊക്കോ. അളിയ, അളിയൻ തന്നെയാണോ പറയുന്നേ? ആ, നാളെ പൊയ്ക്കോളാനല്ലേ പറഞ്ഞത് എന്ന് ബാലൻ പറയുന്നു. മാമൻ എന്തായാലും അമ്മായിക്ക് വിളിച്ചിട്ട് പറ, സന്തോഷാവട്ടെ. അങ്ങനെ സുകന്യയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്താ, നിങ്ങൾ വരാനൊന്നും ഉദ്ദേശമില്ലേ? അത് നമുക്ക് നാളെ പോയാ പോരെ? നാളെ പൊക്കോളാനായിട്ട് അളിയൻ പറഞ്ഞു. നമുക്ക് നാളെ പോവാം, ഉറപ്പായിട്ട് നാളെ പോവാം. അല്ലെങ്കിലും ഏത് നേരം അളിയന്റെ വാക്ക് മാത്രം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഏട്ടന്മാരെ കൂടെ അപ്പുറത്തെ വീട്ടിൽ നിൽക്കാമെന്ന്. അപ്പൊ എന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നു. ദേ സുകന്യെ, നാളെ പോവാ പറഞ്ഞില്ലേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നും പറഞ്ഞ് ധർമ്മൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം സുകന്യ സിനിമയ്ക്ക് പോവാനായിട്ട് സാരിയെല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. ദേവമംഗലത്താണ് സുകന്യയും ധർമ്മനും നിൽക്കുന്നതെങ്കിലും ചേച്ചിയുടെ വീടാണെന്ന് കരുതി ഇടയ്ക്കിടയ്ക്കൊക്കെ സുകന്യ കൃഷ്ണമംഗലത്തോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ടാണ് സാരി സെലക്ട് ചെയ്യുന്നത്. ചേച്ചി, ഇതെങ്ങനെയുണ്ട്? ഇത് നല്ല സാരിയല്ലേ? അതെ, നല്ല സാരിയാ. ഇത് സുകന്യക്ക് നല്ല പോലെ ചേരും. അപ്പൊ ഇത് ഉടുക്കാല്ലേ? ചേച്ചി, എനിക്ക് കുറച്ച് മുല്ലപ്പൂ കൂടെ വേണം. ഇതിലൂടെ ആ ചേച്ചി പൂവായിട്ട് വരുമ്പോ എനിക്ക് കുറച്ച് പൂവും കൂടെ വാങ്ങിച്ചു വെക്കണേ എന്നും പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവള് നല്ല സന്തോഷത്തിലാ. ധർമ്മനെ കണ്ടില്ലല്ലോ, അവൻ ഇനി എപ്പോഴാ വരിക എന്നൊക്കെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സുകന്യയാണെങ്കില് ഒരുങ്ങി നിൽക്കുക. അപ്പോഴും ധർമ്മം വന്നു കാണില്ല. ധർമ്മനെ വിളിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എവിടെയാ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് നേരത്തെ വരണം, സിനിമയ്ക്ക് പോണോന്ന്. ആ സുകന്യെ, ഞാന് അളിയനോടൊന്നും കൂടെ ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പൊ വരാം. ഞാനിവിടെ ഒരുങ്ങി നിൽക്കുക. നിങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവും. പിന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിൽ തുടരില്ല. നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ അളിയനോടൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ധർമ്മൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ആകാശ് വരുന്നുണ്ട്. എന്താ മാമ, എന്താ പ്രശ്നം? അല്ല, സിനിമയ്ക്ക് പോവാനായിട്ട് സുകന്യ ഒരുങ്ങി നിൽക്കുക. എന്റെ മാമ, എന്നിട്ട് എന്താ മാമൻ പോവാത്തെ? വേഗം പോയേ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്ക്. എനിക്ക് പറയുമ്പോ ഈ മാമനെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റു. ഇങ്ങ് വന്നേ, ഞാൻ പറഞ്ഞോളാം. ആകാശ് അങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛാ, മാമന് ഇന്ന് സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞിരുന്നില്ലേ അമ്മായിയെ കൂട്ടി? അത് പോട്ടെ എന്ന് ചോദിക്കായിരുന്നു മാമൻ. ഓ, അത് ഇന്നായിരുന്നോ? എന്നാ നീ പോക്കോ. ധർമ്മൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അളിയ, അതിന് പൈസ? ബാലൻ അങ്ങനെ പൈസ എടുത്ത് ധർമ്മന് നേരെ നീട്ടുന്നുണ്ട്. 300 രൂപയായിരിക്കും ധർമ്മന് കൊടുക്കുന്നത്. ഇത് കണ്ട് ആകാശും ധർമ്മനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുന്നുണ്ട്. എന്താടാ, നിനക്ക് ഈ പൈസ വേണ്ടേ? പൈസ വാങ്ങിക്ക്. അല്ലച്ചാ, ഈ രൂപ കൊണ്ട് സിനിമ കണ്ടിറങ്ങാൻ പറ്റുമോ? അച്ഛാ, ഒരു 500 രൂപയെങ്കിലും കൊടുക്ക്. 300 രൂപയ്ക്ക് നിങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? അല്ലെങ്കിലും പൈസയ്ക്ക് നിങ്ങൾക്ക് എന്നാ വിലയുണ്ടായിട്ടുള്ളത്? നീ ഇത് വാങ്ങിക്കുന്നുണ്ടോ? അല്ല, നിനക്കിനി ഇതും കൊണ്ട് സിനിമയ്ക്ക് പോവാൻ പറ്റില്ല എന്നാണോ ധർമ്മ? അല്ലളിയ, ഇത് മതി. അങ്ങനെ ധർമ്മൻ അത് വാങ്ങിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലെ 4 ജോഡികളാ. അവർക്കൊരു മാസത്തില് 500 രൂപ കൊടുത്ത് സിനിമയ്ക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ 2000 രൂപ. ആ 2000 രൂപ ഗോമതിക്ക് കൊടുത്താലേ ഒരാഴ്ചത്തെ ചെലവ് അവള് നോക്കും. അച്ഛാ, അതിന് ഞങ്ങൾ മാസം ഒന്നും സിനിമയ്ക്ക് പോകുന്നില്ലല്ലോ. ആദ്യമായിട്ടാ മാമൻ അമ്മായിയെ കൂട്ടി പുറത്തോട്ട് പോകുന്നത്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് മോശമല്ലേന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞത്. എന്താ ധർമ്മ, നിനക്ക് ഈ പൈസ കൊണ്ട് സിനിമ കാണാൻ പറ്റില്ലേ?
അളിയ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ആകാശ് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. പാവം, ഈ പൈസ കൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ആവോ എന്നൊക്കെ ഇങ്ങനെ ആകാശ് ചിന്തിക്കുന്നുണ്ട്. വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ആര്യൻ ഉണ്ടായിരിക്കും. ആര്യൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ധർമ്മന്. ആദ്യമായിട്ട് സിനിമയ്ക്ക് പോവുമല്ലേ, മാമനൊന്ന് ചുള്ളനാവട്ടെ എന്നൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. മാമന്റെ കയ്യിൽ പൈസയുണ്ടോ? അച്ഛമാമന് പൈസ തന്നോ? തന്നോടാ, എന്റെ കയ്യിൽ പൈസയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തരാം. വേണ്ടടാ, ഇത് മതി. സുകന്യയാണെങ്കിൽ കൃഷ്ണമംഗലത്ത് നിന്ന് ദേവമംഗലത്തോട്ട് എത്തിയിട്ടുണ്ട്. കാരണം ധർമ്മൻ അങ്ങോട്ട് വരാത്ത കാരണം അന്വേഷിച്ചു വന്നതാ. എന്താ ധർമ്മേട്ടാ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്നെ കാണാനായിട്ട് എന്താ അങ്ങോട്ട് വരാതിരുന്നേ? അത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കുളിച്ചൊരുങ്ങി നിന്നെ കാണാൻ വരാന്നാ കരുതിയത്. എന്നാ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്, ഗോമതി പറയുന്നുണ്ട്. ഇത് കേട്ട് ആര്യം പറയുന്നു, അല്ല ആനന്ദേട്ടൻ വരണ്ടേ? ആനന്ദേട്ടന്റെ ബൈക്കിലല്ലേ പോകണ്ടേ? ആനന്ദേട്ടനെ കണ്ടില്ലല്ലോ. സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആനന്ദ് വരുന്നുണ്ട്. മാമ വഴുകിയോ? എനിക്ക് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാ. എന്നാ ശരി, മാമൻ ഇറങ്ങിക്കോ. അങ്ങനെ അവരെ യാത്ര അയക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മിത്രയെയും അലോഹിനെയും ആയിരിക്കും. രണ്ടുപേരും ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ദേ അനു, നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് പേടിയാ. അച്ഛനോ ഏട്ടന്മാരോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, യുദ്ധക്കളാവോ ഇവിടെ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. എനിക്കേ നിന്നെ അത്രയ്ക്കിഷ്ടാ. ഞാൻ ആരുടെ മുൻപിലും നിന്നെ വിട്ടുകൊടുക്കില്ല. ഇനിയിപ്പോ ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കഴുത്തിലെ താലി കെട്ടു. നമ്മുടെ കല്യാണം എത്രയും വേഗം നടത്തണം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? കല്യാണക്കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. അല്ല അലോഹേട്ടാ, എത്രയായി സമയം? 5 മണിയായി. അയ്യോ, എന്നാ എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഞാൻ പോട്ടെ. നിക്ക്, ഞാൻ വണ്ടിയിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ വണ്ടിയിൽ പോരുന്നില്ല. എനിക്ക് പേടിയാ. ആരെങ്കിലും കണ്ടാല് പിന്നെ അത് അച്ഛൻ്റെ ചെവിയിലെത്തും, പ്രശ്നമാവും. ഞാൻ ബസ്സിൽ തന്നെ പൊക്കോളാം. നീ അവിടെ നിൽക്ക്. ബസ്സൊക്കെ കിട്ടി നീ എപ്പോൾ അവിടെ എത്താനാ? ഞാൻ വീടിന് കുറച്ച് മുൻപേ നിന്നെ ഇറക്കിത്തരാം. പിന്നെ നീ നടന്നു പോയാൽ മതി. വേണ്ട അലോഹേട്ടാ, വേണ്ട, എനിക്ക് പേടിയാ. അങ്ങനെ പറയല്ലേ. എൻ്റെ ഒരു ആഗ്രഹ നിന്നെ ബൈക്കിന്റെ പുറകിലിരുത്തി പോണോന്ന്. നീ അതെനിക്കൊന്ന് സാധിച്ചതാ. അങ്ങനെയൊക്കെ പറഞ്ഞ് അനുവിനെ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. ബുള്ളറ്റിൽ രണ്ടുപേരും ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ പോവാണ്. കണ്ണാടിയിലൂടെ അലോഹ് അനുവിന്റെ മുഖം നോക്കുന്നു. അതുപോലെ അനു തിരിച്ചു നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ചു ദൂരെ എത്തുമ്പോൾ കരിക്ക് കുടിക്കാനായിട്ട് നിർത്തുന്നു. ഇത് കാണുന്ന അനുവിന് പേടിയാവുന്നുണ്ട്. എന്തിനലോഹേട്ടാ ഇവിടെ നിർത്തിയത്? നേരെ അവിടെ കൊണ്ടുപോയി നിർത്തിയാൽ മതിയായിരുന്നില്ലേ? ഒരു കരിക്ക് കുടിച്ചിട്ട് പോവാം. നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ കൂടെ ഇല്ലേ? നീ എന്തായാലും ഒരു കരിക്ക് കുടിക്ക്. ചേട്ടാ 2 കരിക്ക്. അങ്ങനെ കരിക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അതിനിടയിലാണ് അലോഹ് സിനിമയ്ക്ക് പോവാൻ ഇറങ്ങിയ മാമനെയും അമ്മായിയെയും കാണുന്നത്. ധർമ്മനെ കാണുന്നതും ചിരിച്ചുകൊണ്ട് അലോഹ് അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, മാമനാ വരുന്നു. മാമനെ കൈകാട്ടി നിർത്തിച്ചാലോ? ഇത് കേൾക്കുന്ന അനു ഒന്ന് പേടിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മാമൻ കണ്ടാല്? അയ്യോ, ഞാനെന്തായാലും ഇവിടെ കുനിഞ്ഞിരിക്കാം. മാമൻ പോയാല് പറഞ്ഞാ മതി. പോയോ? മാമൻ പോയോ? ഇല്ല, പോയിട്ടില്ല. പോകുന്നവരെ അവിടെ കുനിഞ്ഞിരിക്കുകയാണ് അനു. അലോഹേട്ടാ പോയോ? ആ പോയി. എഴുന്നേറ്റ് നോക്കുമ്പോഴായിരിക്കും ധർമ്മന്റെ പുറകിലിരുന്ന് സുകന്യ തിരിഞ്ഞു നോക്കുന്നത്. അലോഹിനെയും അതുപോലെ അനുവിനെയും കാണുന്നുണ്ട്. ആകെ പേടിച്ചു നിൽക്കുന്നുണ്ട് അനു. അങ്ങനെ വേഗം തന്നെ ഇവിടുന്ന് പോവാന്നും പറഞ്ഞ് അലോഹിന്റെ പുറകിൽ കയറി വീണ്ടും പോകുന്നുണ്ട്. വീട്ടിലെത്തുന്ന സമയത്ത് ഗോമതി ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെയായിരുന്നു? അമ്മേ, അത് പിന്നെ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് എന്താടി ഒന്ന് വിളിച്ചു പറഞ്ഞാല്? സമയം എത്രയെന്നാ? നിന്റെ കൂടെ വരുന്ന ആ കുട്ടി വരെ വീട്ടിലെത്തി, എന്നിട്ട് നിന്നെ കാണുന്നില്ല. ഞാനൊക്കെ പേടിച്ചു പോയി. അത് അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും വഴുകുവാണെങ്കിൽ ഇനി നീ സ്പെഷ്യൽ ക്ലാസ്സിനൊന്നും ഇരിക്കണ്ട. അതെന്താ അമ്മേ? എനിക്ക് പഠിക്കണ്ടേ? എക്സാം ഒക്കെ വരുന്നതല്ലേ? എന്താണെങ്കിലും ഇങ്ങനത്തെ സ്പെഷ്യൽ ക്ലാസ്സിനൊന്നും നീ ഇനി തൊട്ട് ഇരിക്കണ്ട. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിന്റെ ടീച്ചറുടെ നമ്പർ ഇങ്ങതാ, ഞാനൊന്ന് വിളിക്കട്ടെ. എന്താ അമ്മേ, അമ്മയ്ക്കിനി തീരെ വിശ്വാസമല്ലേ? ഇല്ലടി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതുപോലത്തെ കാര്യങ്ങളാ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ. ഏതു നേരം മൊബൈലിൽ തിന്നോണ്ട് നടക്കുക. പോയി മേല് കഴുകിട്ട് വാ, എന്തെങ്കിലും എടുത്ത് കഴിക്കുക എന്നും പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെടുന്നുണ്ട്. അനുവേഗം അവിടെ നിന്ന് പോകുന്നു. ധർമ്മനും സുകന്യയും തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഈ സമയത്ത് സുകന്യ ചോദിക്കുന്നുണ്ട്, എന്താ ധർമ്മേട്ടാ, എന്നെ നിങ്ങള് പറ്റിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, സിനിമ കാണാൻ പിന്നെ എങ്ങോട്ടാ പോവാ? സിനിമ കാണാനോ ഇങ്ങോട്ട് വന്നത്? ദേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സിനിമ കാണാനോ? അത് ഇങ്ങനത്തെ സ്ഥലത്തോട്ടോ? ഇവിടെയൊന്നും സിനിമ കാണാനേ എന്നെ കൊണ്ട് പറ്റില്ല.
സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു തിയേറ്റർ, അപ്പുറത്തുണ്ട് വലിയ തിയേറ്റർ. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം. അല്ലാതെ ഇവിടെയൊന്നും എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആദ്യമായിട്ട് എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നതാ, അതും ഇത്രയും ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു തിയേറ്ററിലോട്ട്. ഞാൻ എന്തായാലും ഇവിടെ സിനിമ കാണാൻ കയറില്ല. അത് അത് പിന്നെ അവിടെ അവിടെ എത്രയാ ടിക്കറ്റിന്? അവിടെ ഒരു ടിക്കറ്റിനെ 200 രൂപയാ. 200 രൂപയോ? എൻ്റെ കയ്യിൽ അത്ര രൂപയൊന്നുമില്ല. അപ്പം നിങ്ങൾ പൈസ എടുക്കാതെയാണോ വന്നത്? പൈസയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കളിയും പൈസയൊക്കെ തന്നതാ. എത്ര രൂപ? 300 രൂപ. അതിൽ 100 രൂപയ്ക്ക് ഞാൻ എണ്ണ അടിച്ചു. 100 രൂപയ്ക്ക് എണ്ണ അടിച്ചതിന് ബാക്കി ഇനിയിപ്പോൾ 200 രൂപയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങൾ എന്ത് കരുതിയിട്ടാ അപ്പം എന്നെ ഈ തിയേറ്ററിലോട്ട് കൊണ്ടുവന്നത്? ഇവിടെ ടിക്കറ്റിന് 80 രൂപയാ. 2 ടിക്കറ്റ് എടുക്കാലോ. 2 ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി 40 രൂപയ്ക്ക് പോപ്കോൺ വാങ്ങി കഴിക്കാനോ? നിങ്ങൾക്ക് നാണമുണ്ടോ എന്നെ ഇങ്ങനൊരു സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ? നിങ്ങളുടെ കയ്യിൽ 10 രൂപ പോലും എടുക്കാനില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുവന്നതാ. 300 രൂപ കയ്യിൽ വെച്ച് നിങ്ങളെ ഞാൻ സമ്മതിച്ചു. നക്കുപ്പിന് ഗതിയില്ലാത്ത നിങ്ങൾ ഇങ്ങനൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. നിങ്ങളുടെ ഏട്ടന്മാര് നിങ്ങൾ വലിയ കോടീശ്വരനാണ്, ഒരു കുറവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാ എൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചത്. ഞാൻ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്. അതെന്റെ തെറ്റായി. ഇനിയിപ്പോ സിനിമ കാണാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാവില്ലല്ലോ. അതിനല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നത്? പതുക്കെ പറ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. എനിക്കേ ഇനി എന്തായാലും കുഴപ്പമില്ല. ആ കടയിൽ മരിച്ച് ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്വന്തമായിട്ടൊരു 10 രൂപ പോലും നിങ്ങൾക്ക് തരുന്നില്ലേ? എന്തായാലും കൊള്ളാം. എൻ്റെ ഭർത്താവ് ഇത്ര ദരിദ്രവാസിയാണല്ലോ. ഒരു മനുഷ്യനോട് എനിക്കിത് പറയാൻ പറ്റില്ല. നാണക്കേടാ എന്നൊക്കെ സുകന്യ പറയുന്നു. വണ്ടി എടുക്കുന്നുണ്ടോ? തിരിച്ചു പോവാം. അത് ഇപ്പം തന്നെ പോയാൽ അവരെല്ലാവരും ചോദിക്കില്ലേ? ആര് ചോദിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ സുകന്യ അവിടെ നിന്ന് പോകുന്നു. നേരെ ചെല്ലുന്നത് കൃഷ്ണമംഗലത്തോട്ടായിരിക്കും. അവിടെ എത്തുന്ന സമയത്ത് ഏട്ടത്തിമാരും അമ്മയും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ സിനിമ കണ്ടില്ലേ? ധർമ്മനോടും ചോദിക്കുന്നു, എന്താ മോളെ, എന്താ കാര്യം? അച്യുതനും അനന്തനും അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, ധർമ്മനും സുകന്യയും സിനിമയ്ക്ക് പോയെന്നല്ലേ പറഞ്ഞത്? എന്താ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നത്? എന്താ സുകന്യേ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഏട്ടാ, അത് ടിക്കറ്റ് കിട്ടിയില്ലേ? ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേനല്ലോ. എന്താ നിങ്ങൾ പറയാതിരുന്നേ? അതല്ലേട്ടാ, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ധർമ്മേട്ടൻ്റെ കയ്യിലില്ല. നന്ദിത പറയുന്നുണ്ട്. എന്താ സുകന്യേ, ധർമ്മ നിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? ആരെങ്കിലും പൈസ കൊണ്ട് അയക്കുമായിരുന്നില്ലേ? എന്താടാ, എന്നിട്ട് സിനിമ കാണാതെ തിരിച്ചു വന്നിരിക്കേ? എന്തിനാ ആളെ വിടുന്നേ? ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കായിരുന്നില്ലേ? ഇവൻ എന്താ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നേ? വെറുതെ ധർമ്മേട്ടനെ കുറ്റപ്പെടുത്തണ്ട. ധർമ്മേട്ടന് അളിയും കൊടുത്ത പൈസയല്ലേ, അതത്രേ കയ്യിലുള്ളൂ. അതുകൊണ്ടാ. അല്ലെങ്കിലും ആ കടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് നിനക്കൊരു പൈസയും തരുന്നില്ല. ഇതുപോലെ തിയേറ്ററിലോട്ട് പോകുമ്പോഴെങ്കിലും നിന്റെ കയ്യിൽ ഒരു 10,000 വെച്ച് തരണ്ടേടാ. ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിൽക്കാനായിട്ട്. നിനക്ക് ഞാനേ നല്ലൊരു ബിസിനസ് തുടങ്ങിത്തരാന്ന് പറഞ്ഞതല്ലേ? വേണ്ടേട്ടാ, എനിക്കൊരു ബിസിനസ്സും വേണ്ട. ഞാൻ ആ കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോളാം. കിട്ടുന്നത് മാത്രം മതി. അപ്പൊ പിന്നെ നിന്റെ ഭാര്യയ്ക്ക് എന്നും പരാതിയേ ഉണ്ടാവൂ. ഞാൻ എന്തായാലും പോവാ. സുകന്യെ, നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെയാ നിൽക്കുന്നേ. നീ അങ്ങോട്ട് വാ. അവിടെ ചേച്ചിയും അളിയനൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ? ഞാൻ ഇവിടെ നിന്നെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഞാനിനി എന്താ അളിയനോടും ചേച്ചിയോടും പറയാ? സിനിമ കണ്ടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് കയറി ചെല്ലുന്നു. ധർമ്മനെ കാണുന്നതും ആകാശവും ആര്യനും ചോദിക്കുന്നുണ്ട്, അല്ല മാമൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? അല്ല സിനിമ കണ്ടില്ലേ? എന്താ ധർമ്മ, നീ സിനിമയ്ക്കാണെന്നും പറഞ്ഞു പോയിട്ട് സിനിമ കണ്ടില്ലേ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട്. ആര്യൻ ബാലനോട് പറയുന്നുണ്ട്, അല്ല നിങ്ങള് മാമന് പൈസ കൊടുത്തിരുന്നില്ലേ? നീ ആരാടാ എന്നോട് ചോദിക്കാൻ? എനിക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ പൈസ കൊടുക്കണമെന്ന്. ഞാൻ ധർമ്മന് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതാ. നീ അങ്ങനെ ചോദിക്കണ്ട. ഇവൻ അല്ലെങ്കിലും ഇത്തിരിയൊന്നും അല്ല കൂടുതൽ. എന്ത് പറഞ്ഞാലും അവൻ എന്തെങ്കിലും ഒരു കുന്നായ്മ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇത്രയും നാള് ഞാനായി കുടുംബം നോക്കിയത്. ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടാ നീ എന്താ സിനിമ കാണാതെ വേഗം പോകുന്നത്? അത് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് കിട്ടിയില്ല എന്നോ? അല്ല മാമ, എത്ര സിനിമയുണ്ട്? ഏതെങ്കിലും ഒരെണ്ണത്തിന് ടിക്കറ്റ് എടുത്ത് കയറായിരുന്നില്ലേ? അത് ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാ തിരികെ പോകുന്നത്. നീ കേട്ടല്ലോ. അല്ലാതെ ഞാൻ പൈസ കൊടുക്കാഞ്ഞിട്ടല്ല. നിന്റെ വർത്താനം കേട്ടാ തോന്നും നീയാണ് ഈ കുടുംബം ഭരിക്കുന്നതെന്ന്. ഈ കുടുംബം നോക്കുന്നതേ ഞാനാ.
നീ സ്വന്തമായിട്ടൊരു ബംഗ്ലാവ് ഉണ്ടാക്കുമ്പോ അവിടെ നീ ഭരിച്ചാ മതി. അങ്ങോട്ട് ഞാനെന്തായാലും വരില്ല. അങ്ങനെ ഉണ്ടായാ നീ അങ്ങ് ഭരിച്ചാ മതി നിന്റെ വീട്. അല്ലാതെ ഇവിടെ നീ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അല്ല, സുകന്യ എവിടെ? അവള് അവിടെ നിന്നു. അവിടെ ഏട്ടന്മാരെ വീട്ടിലാ. ഓ, എന്നിട്ട് നീ അവളെ ആക്കിയിട്ട് നീ ഇങ്ങോട്ട് പോന്നോ? അവളെ കൂടെ പോയി നിൽക്ക്. അത് വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പോയി നിൽക്കാനാ പറഞ്ഞത്. അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്തായാലും നിന്റെ കൂടെപ്പറപ്പാ അവിടെയുള്ളവര്. അതുകൊണ്ട് നീ ദേഷ്യമൊന്നും മനസ്സ് കാണിക്കണ്ട. നീ അങ്ങോട്ട് പൊക്കോ. ഇത് കേൾക്കുന്ന ആര്യം വീണ്ടും ചോദിക്കുന്നുണ്ട്, മാമൻ അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ എന്തിനെങ്ങനെ നിർബന്ധിക്കുന്നേ? മാമൻ ഇവിടെ നിന്നോട്ടെ. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. ധർമ്മ, മര്യാദയ്ക്ക് നീ അവിടെ പോയി നിന്നോ എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എടാ, നിന്റെ വായൊന്ന് ഒതുക്കി വെച്ചൂടെ? ഏത് നേരം അഭിപ്രായം പറഞ്ഞിട്ട് വെറുതെ ബാലേട്ടനെ വേദനിപ്പിക്കാനായിട്ട്. അതിനാരും തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതേടി, നീ എന്തായാലും നിന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ? അവന്റെ കൂടെ കൂടി കൂടി നിന്റെ സ്വഭാവം വഷളായി. എന്തെങ്കിലും പറഞ്ഞാല് അപ്പോ ബാലേട്ടനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് പറയും എന്നും പറഞ്ഞ് ഗോമതി പോകുന്നു. അടുത്ത എപ്പിസോഡില് അലോഹിന്റെ കൂടെ അനു സിനിമ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചൊരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നാളത്തെ റിവ്യൂ അതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.